ആദമി കിത്നാഹി ആദമി കിത്നാഹി നേക്ക് ഹോ, മനുഷ്യന് എത്ര അധികം നല്ലവനായിക്കോട്ടെ. ദൂസരേക്ക് ഹർ ദം ബുരാ കഹനെ സെ ജി ദുഖ്താ ഹി ഹേ. ശരിയല്ലേ? നമ്മൾ ഒരാളുടെ ഹക്കീക്കത്ത് അറിയാതെ അയാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് പിന്നെ എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഹക്കീക്കത്ത് എന്താണ്, അദ്ദേഹം ആരാണെന്ന് പിന്നെ നമുക്ക് അന്വേഷിക്കാൻ ആരും എന്ത് ചെയ്യില്ല, മെനക്കെടാറില്ല. അതേ ഒരു സംഭവമാണ് ഇത് എന്താണ്, ശരിക്കും ഇതൊരു ഫിക്ഷൻ ആണ്. ബട്ട് പിന്നെ ഇത് എല്ലായിടത്തും സംഭവിക്കണാണ്. നമ്മൾ ആൾക്കാരെ അദ്ദേഹത്തെ യഥാർത്ഥ സ്വഭാവം അറിയാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് നമ്മളെവരും എന്ത് ചെയ്യുന്നതാണ്, സാധാരണ ചെയ്യാനുള്ള സംഗതിയാണ്. അപ്പൊ നോക്ക്, അപ്പം ആദമി കിത്നാഹി പറഞ്ഞാലോ എത്ര അധികം, കിത്നാഹി പറഞ്ഞാല് എത്ര അധികം നേക്കുഹോ നല്ലവനായിരിക്കാം, മനുഷ്യന് എത്ര അധികം നല്ലവനായിരിക്കാം, വളരെ നല്ലവനായിരിക്കാം. ദൂസരോക്ക് ഹർദം പറഞ്ഞാണ് സമയം ട്ടോ. ഹർദം പറഞ്ഞാലോ എല്ലാ സമയത്തും, ഹർദം എല്ലാ സമയത്തും, ബുരാ കഹനേസെ വളരെ മോശമായിട്ട് പറയുമ്പോ പറയൽ കൊണ്ട് ജി ദുഃഖായി ഹേ മനസ്സ് വേദനിക്കുകയില്ലേ, മനസ്സ് ജി ദുഃഖിനാറ വേദനിക്കുക, ജി ദുഃഖാഹി ഹേ മനസ്സ് വേദനിക്കുകയില്ലേ. ഹർദം പറഞ്ഞാല് എല്ലാ സമയത്തും. ഹർദം ബുരാ കഹനേസെ വളരെ മോശം ചീത്ത പറയൽ കൊണ്ട് ജി ദുഃഖായി ഹേ മനസ്സ് വേദനിക്കുക തന്നെ ചെയ്യുമല്ലേ. ഉസ്കെ ദിൽക്കോ ബി അദ്ദേഹത്തിന്റെ മനസ്സിനും, ആരുടെ, ഈ നേക്ക് ആദമി, ഈ നേക്ക് നല്ല മനുഷ്യനും എന്ത് ചെയ്തു, കബി കബി ചിലപ്പോഴൊക്കെ, കബി കബി നാട്ടല്ലേ ഇവിടെ ചിലപ്പോ ഞാൻ വന്നിട്ടില്ല, കബി കബി ചിലപ്പോഴൊക്കെ, ബഡി ടീസർ എന്നാണ് വേദന, ടീസറാല് വേദന, ടീസ് പഹുഞ്ചിനാറാലോ, ടീസ് പഹുഞ്ചിന എന്ന് പറഞ്ഞാലോ വേദന എത്തുക എന്ന് പറഞ്ഞാൽ വേദന കിട്ടുമായിരുന്നു, അദ്ദേഹം വേദനിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സും, ഉസ്കെ ദിൽ കോ ബി അദ്ദേഹത്തിന്റെ മനസ്സിനും കബി കബി ചിലപ്പോഴൊക്കെ, ബഡി ടീസ് പഹുഞ്ച് തീ വളരെ വേദനിക്കും, വളരെ നന്നായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, വേദനിക്കുമായിരുന്നു. ടീസറിന് പഹുഞ്ചിനാറ എത്തുക, വേദന എത്തുക വേദനിക്കുമായിരുന്നു അദ്ദേഹത്തിന്. ജുഞ്ചലാത്താത്ത രോഷാകുലമാകുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഇവരുടെ വർത്താനം കേട്ട് ടീസറിന് വേദനിക്കുക. ചിലപ്പോഴൊക്കെ കബി കബി ബഡി ടീസ് പഹുഞ്ച് തീ ഇവരുടെ ഈ വർത്താനം കേട്ട് അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെങ്കിലും അദ്ദേഹം എന്തുമായിരുന്നു, അദ്ദേഹത്തിന്റെ മനസ്സിനും എന്തായാലും ദിൽക്കോബി കബി കബി ബഡി ടീസ് പഹുഞ്ച് തീ വളരെ വേദനിക്കുമായിരുന്നു. ജുഞ്ചലാന രോഷാകുലനാവുക, ദേഷ്യപ്പെടുക, ജുഞ്ചലാന എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക. ജുഞ്ചലാ താത്ത ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. ആങ്കോമേ കണ്ണുകളിൽ, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ, ആസു ബർ ആത്തേത്തെ കണ്ണ് നിറയുമായിരുന്നു. ബർ ആനാറ നിറഞ്ഞു വരുമായിരുന്നു, അദ്ദേഹത്തിന്റെ കണ്ണു എന്ത് ചെയ്യുന്നു, നിറയുമായിരുന്നു ചിലപ്പോഴൊക്കെ. മഗർ പക്ഷേ, ഇദ്ദേഹോ ഫിർ എന്നിട്ടും സബർ കർലേത്ത, സബർ കർണ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുമായിരുന്നു, സബർ കർലേത്ത ശ്രമിക്കുമായിരുന്നു അദ്ദേഹം. അത് ഇവരുടെ വർത്താനം കേട്ടിട്ട് ആദമിക്കത്തിനാഹി നേക്കുഹോ, എത്രമാത്രം നല്ലവനായിക്കോട്ടെ, ദൂസരോം ഇതൊരു പ്രയോഗം കേട്ടോ, കിത്തനാഹി നേക്കുഹോ, കിത്തനാഹി അച്ചാഹോ, കിത്തനാഹി ബുരാഹോ, അതൊക്കെ ഒരു പ്രയോഗമാണ്. എത്ര തന്നെ നല്ല മനുഷ്യനായിക്കോട്ടെ, ദൂസരോം കി ഹർദം ബുരാ കഹനെ സെ ജി ദുഃഖ്താ ഹി ഹേ, ഉസ്കെ ദിൽ കോ ഭി കബി കബി ബഡി ടീസ് പഹുഞ്ച് തീ ചിലപ്പോഴൊക്കെ വളരെ വേദനിക്കുമായിരുന്നു. ജുഞ്ചലാത്താത്ത രോഷാകുലനാകുമായിരുന്നു. ആങ്കോമെ ആസു ബർബർ ആദ്യത്തെ കണ്ണുനീര് നിറയുമായിരുന്നു. മഗർ പക്ഷേ, ഫിർ എന്നിട്ടും, സബർ കർലേത്താത്ത എന്നിട്ടും അദ്ദേഹം എന്തുമായിരുന്നു, ക്ഷമിക്കുമായിരുന്നു. ഉസ്കെ പാസ് അദ്ദേഹത്തിന്റെ അടുത്ത് ഖൂബ്സൂരത്തി സി കിതാബ്, സി പറഞ്ഞാല് പോലെ, ഖൂബ്സൂരത്ത് പറഞ്ഞാല് സുന്ദരമായ, അതായത് സുന്ദരമായ, ഖൂബ്സൂരത്ത് സി എന്ന് പറഞ്ഞാല് സുന്ദരമായ, അദ്ദേഹത്തിന്റെ അടുത്ത് എന്തുണ്ട്, ഉസ്കെ പാസ് ഖൂബ്സൂരത്ത് സി വളരെ മനോഹരമായ കിതാബ് ഉണ്ടായിരുന്നു. ചക്ന തിളങ്ങുന്ന, ചക്ന പറഞ്ഞാല് തിളങ്ങുന്ന, പറഞ്ഞാല് തിളങ്ങുന്ന, പറഞ്ഞാൽ തിളങ്ങുന്ന, വെട്ടി തിളങ്ങുന്ന അല്ലെ, തിളങ്ങുന്ന, എഴുതി വെക്കൂട്ടില്ലേ, തിളങ്ങുന്ന, ചക്ന തിളങ്ങുന്ന. പിന്നെ മോട്ടാ കാഗസ്, മോട്ടാ പറഞ്ഞാൽ തടിച്ച
കാഗസ് പറഞ്ഞാലോ പേപ്പർ. മോട്ട ചക്ന ചക്ന മോട്ട കാഗസ്. നീലെ കപ്പടേക്ക് സുബക്സി സുബക്സി ജൽദ്. നീലെ കപ്പട എന്ന് പറഞ്ഞാൽ നീല വസ്ത്രം കൊണ്ടുള്ള, നമ്മളെ പഴയ വസ്ത്രം കൊണ്ടുള്ള ഇത് കണ്ടില്ലേ, ജിൽദ്. ജിൽദ് എന്ന് പറഞ്ഞാല് പുറംചട്ട. നീലെ കപ്പടേക്ക് നീല വസ്ത്രം കൊണ്ടുള്ള സുബക്ക്. സുബക്ക് പറഞ്ഞാലോ സുബക്ക് നേരിയ ലോലമായ. സുബക്ക് പറഞ്ഞാല് ലോലമായ. സുബക്ക് സീറ പോലത്തെ. സുബക്ക് സീറ ലോലമായ. ലോലമായ അല്ലെങ്കിൽ നേരിയ. എന്ത് വേണമെങ്കിലും വെക്കാം, രണ്ടും എഴുതിക്കോളിയും. ചിലപ്പോ ചിലയിടത്ത് നേരിയക്കാർ അർത്ഥം വെക്കേണ്ടി വരിക ചില ഭാഗത്ത് സുബക്ക് വന്നാല്. സുബക്ക് സി ജിൽദ് എന്ന് പറഞ്ഞാലോ പിന്നെ വളരെ ലോലമായ എന്ത് ചട്ട. പിന്നെ പുഷ്തേപ്പർ അദ്ദേഹത്തിന്റെ പുറത്ത്. പുഷ്ത് പറഞ്ഞാല് പുറം. നമ്മള് മുതുകിന്റെ പുറത്തിന് എന്താ പറയാ, പുഷ്ത് പറയാം കേട്ടോ. പുഷ്ത് പറഞ്ഞാലോ അതിന് പുറം ചട്ട. പുഷ്തേപ്പർ എന്ന് പറഞ്ഞാലോ പുറം ചട്ടയിൽ. പുഷ്ത എന്ന് പറഞ്ഞാല് പുറം. പുഷ്ത പറഞ്ഞാലോ പുറം ഭാഗത്ത്. പുഷ്തേപ്പർ. സുൻഹരെ ഹർഫോൻസെ. സുൻഹരെ ഹർഫോൻസെ എന്ന് പറഞ്ഞാല് സുവർണ വാക്കുകളാൽ. ഹർഫ് പറഞ്ഞാൽ അറിയാം ഇവിടെ അക്ഷരം എന്നല്ല, പിന്നെന്താ പറയാ, വാക്ക്. എന്താ പറയാ, വാക്ക്. സുൻഹര എന്ന് പറഞ്ഞാൽ സുവർണ എന്താ പറയാ, സുൻഹര എന്ന് പറഞ്ഞാല് സുവർണ. സുൻഹരെ ഹുറൂഫ് എന്ന് പറഞ്ഞത് ഒരുപാട് ഹുറൂഫ് ഇല്ലേ, ഒരു നല്ല സുവർണ വാക്കുകളിൽ, സുവർണ ലിപികളിൽ, സുവർണ ലിപികളിൽ അല്ലെങ്കിൽ സുവർണ വാക്കുകളിൽ, വാക്കുകളെ കൊണ്ട്, വാക്കുകളിൽ എന്ത് ചെയ്തിരുന്നു, ലിക്കാ ഹുവാത്ത എഴുതിയിരുന്നു. എന്തെഴുതിയിരുന്നു, ഹിസാബെ അമാനത്ത്. ഹിസാബ് പറഞ്ഞാണ് കണക്ക്. ഹിസാബ് പറഞ്ഞാല് കണക്ക്. അമാനത്ത് പറഞ്ഞാലോ സാധനങ്ങളുടെ, ഒരാളെ നമ്മൾക്ക് ഏൽപ്പിച്ച സാധനങ്ങളുടെ കണക്ക്. ആരേൽപ്പിച്ചത്, ഏൽപ്പിച്ച ആളാരാണ്, ആരിലേക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അമാനത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്, ഏൽപ്പിച്ച ആള് അള്ളാഹു. ആരിലേക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ നല്ല മനുഷ്യനിലേക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ. പുഷ്തേപ്പർ എന്ന് പറഞ്ഞാൽ പുഷ്തേപ്പർ പുറം ചട്ടയില്. സുന്നഹരെ ഹർഫോൻസെ ഹർഫ് ട്ടോ. ഇവിടെ ഹുറൂഫ് ഞാൻ ഇരിക്കുന്നത്, രണ്ടു കണക്കാണ്. ഇപ്പൊ സുന്നഹരെ ഹർഫോൻസെ എന്ന് പറഞ്ഞാലോ സുവർണ ലിപികളാൽ എഴുതിയിരിക്കുകയായിരുന്നു. എന്താ എഴുതിയിരിക്കുന്നത്, ഹിസാബെ അമാനത്ത്. മറ്റുള്ളവർ എന്താണ്, സ്വത്തിന്റെ കണക്കുകൾ. ഹിസാബ് അമാനത്ത് എന്ന് പറഞ്ഞാല് പിന്നെ കണക്ക്, സ്വത്ത് വിവരങ്ങൾ. ഹിസാബ് പറഞ്ഞാൽ കണക്ക് കേട്ടോ. സ്വത്ത് വിവരങ്ങൾ. ഹിസാബ് കിതാബ് പറഞ്ഞാല് അക്കൗണ്ടിന്റെ കണക്ക് ബുക്ക് അല്ലെ, കണക്ക് ബുക്ക്. ഓക്കെ. ഇസ് കിതാബ് ഈ കിതാബില് ഈ അപ്പനെ പൈസേക്കാ ഓരോ പൈസ വീണ്ടും വന്നില്ലേ അവിടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദ് ഒരു പൈസ വന്നില്ലേ മതിയില്ലേ, എന്തിനാ ഈ 2 പൈസ വന്നാൽ എന്തർത്ഥമാണ് അവിടെ കിട്ടുന്നത്. പൈസ പറഞ്ഞാൽ ഓരോ പൈസ എന്താണ് അറിയാ, പൈസ പറഞ്ഞാൽ ഓരോ പൈസ. എന്ന് വേറൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഗർ പറഞ്ഞാലോ വീട്, ഏതൊരു വീട്. ഗർ പറഞ്ഞാലോ ഓരോ വീട്. അതേമാതിരി പൈസ ഓരോന്നും ഒരു വാങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഒരു വാക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കണ്ടെത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കിട്ടില്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണം. അപ്പൊ ഈ കിതാബിൽ, ഈ ബുക്കില് അദ്ദേഹത്തിന്റെ കിതാബില്ലേ, നീലെ കപ്പടേക്ക് സുബക്സി ജിൽദ് പുഷ്തേപ്പർ സുൻഹരെ ഹുറൂഫുമേ ലിഖാ ഹുവാ കിതാബെ അമാനത്ത്. ആ കിതാബ് ഈ കിതാബിൽ ഈ അപ്പിനെ പൈസേക്ക ഓരോ പൈസന്റെയും ഹിസാബ് കണക്ക് ചെയ്യുന്നു. ലിഖാ കർത്താത്ത എഴുതാറുണ്ടായിരുന്നു. അതാണ് വീണ്ടും വന്നു കർത്താത്ത. മാജിനൊപ്പം കർത്താത്ത. എത്ര വന്നപ്പോ നിങ്ങക്ക്, ഹിസാബിൽ ലിഖാ കർത്താത്ത കണക്ക് എഴുതാറുണ്ടായിരുന്നു. ഓരോ പൈസനെ കുറിച്ചുള്ള കണക്കുകൾ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, എഴുതാറുണ്ടായിരുന്നു. ജിസ്കോ കബി കുച്ച് ദിയാത്ത. ആർക്കെങ്കിലും വല്ലപ്പോഴും. ജിസ്കോ എന്ന് പറഞ്ഞാൽ വല്ലവർക്കും, പിന്നെ എപ്പോഴെങ്കിലും. ജിസ്കോ ആർക്കെങ്കിലും വല്ലപ്പോഴും. കബി പറഞ്ഞാൽ വല്ലപ്പോഴും. കുച്ച് ദിയാത്ത കുറച്ച് നൽകിയിരുന്നെങ്കിൽ. സബ് ഉസ്മെ എന്തൊക്കെ കുറച്ച് നൽകിയിരുന്നു, അതൊക്കെ. ജിസ്കോ കബി കുച്ച് ദിയാത്ത ആർക്കൊക്കെ എന്തെങ്കിലും വല്ലപ്പോഴും നൽകിയിരുന്നത്. സബ് എല്ലാതും. ഉസ്മെ ആ കിതാബില്. ദറജ് പറഞ്ഞാൽ ദർജ രേഖപ്പെടുത്തുക. ദർജ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുക. ദർജ് ഹോന പറഞ്ഞാല് രേഖപ്പെടുത്തുക. ചിലപ്പോ ഞാൻ ഈ മലയാളം പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല മലയാളം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ജിസ്കോ കബി കുച്ച് ദിയാത്ത സബ് ഉസ്മെ ദർജത്ത. ആർക്കെങ്കിലും വല്ലപ്പോഴും എന്തെങ്കിലും കൊടുത്തിരുന്നു, അതൊക്കെ എന്തായിരുന്നു, അതിൽ രേഖപ്പെടുത്തി വെച്ചിരുമായിരുന്നു. കൈഫിയത്ത് ഖാനെ. കൈ പറഞ്ഞാലോ
കൈ കൈ പറഞ്ഞാൽ ചില ഭാഗത്ത്, കൈ 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 എന്ന് പറഞ്ഞാല് ചില ഭാഗത്ത്, ചിലപ്പോൾ അല്ലെങ്കിൽ ചില ഭാഗത്ത്, ചില ചിലയിടത്ത് എന്താണ്, ചിലയിടത്ത് അല്ലെങ്കിൽ കൈ കൈ എന്ന് പറഞ്ഞാൽ ചിലയിടത്ത്. കൈ കൈ കൈഫിയത്ത്, കൈഫിയത്ത് പറഞ്ഞാൽ വിവരണം, കൈഫിയത്ത് പറഞ്ഞാല് വിവരണം, വിവരണം. റിമാർക്ക് ഉണ്ടാവൂലെ, റിമാർക്ക്, വിവരണം. ഖാന എന്ന് പറഞ്ഞാലോ ഗോളം, ഗോളല്ല എന്താണ്, കോളം, കോളം സോറി, കോളം. കെയ്ഫിയത്ത്ക്ക് ഖാന. അപ്പൊ നിങ്ങൾ ചോദിക്കും കെയ്ഫിയത്ത്ക്ക് ഖാന എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പൈസ ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നേർക്ക് മറ്റൊരു കോളം ഉണ്ടാവൂലേ, കെയ്ഫിയത്ത്ക്ക് ഖാന വിവരം, അതെന്തിനു കൊടുത്തു എന്നില്ലേ. കെയ്ഫിയത്ത്ക്ക് ഖാനേമേ അത് വിവരിക്കുന്ന കോളത്തില് ബഡി ദിൽചസ്പ് ബാത്തേൻ ലിഖീത്തി, വളരെ മനോഹരമായ, ദിൽചസ്പ് പറഞ്ഞാല് ഇൻട്രസ്റ്റിംഗ്, ആകർഷണീയമായ കാര്യങ്ങൾ എഴുതിയിരുന്നു. കൈ കൈ ചിലയിടത്ത്, കൈ കൈ പറഞ്ഞാല് ചിലയിടത്തൊക്കെ, കൈഫിയത്ത് ചില ഭാഗത്ത്, കൈഫിയത്ത്ക്ക് ഖാനേമേ പിന്നെ എന്തിനാണ് പൈസ കൊടുത്തുന്നില്ല ആ വിവരിക്കുന്ന ആ കോളമില്ലേ, കൈഫിയത്ത്ക്ക് ഖാനേമേ പിന്നെ വിവരിക്കുന്ന ആ കോളത്തില് ബഡി ദിൽചസ്പ്, ദിൽചസ്പ് പറഞ്ഞാണ് വളരെ ഇൻട്രസ്റ്റിംഗ്, ദിൽചസ്പ് എന്ന് പറഞ്ഞാല് ഇൻട്രസ്റ്റിംഗ്, ദിൽചസ്പ് ഇൻട്രസ്റ്റിംഗ്, വളരെ ആകർഷണീയമായ, 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 ആകർഷണീയമായ ബാത്തേം കാര്യങ്ങൾ ലിഖീത്തി എഴുതിയിരുന്നു. യസബ് ഇതൊക്കെ ബാദുക്കോ ലിഖി ഗയി തി, ഇതൊക്കെ എന്താണ് പിന്നീട്, ബാദുക്കോ എന്ന് പറഞ്ഞാല് പിന്നീട്, നമ്മൾ പഠിച്ചു ആഖിർക്കോ അവസാനമായിട്ട്, ബാദുക്കോ പറഞ്ഞാല് പിന്നീട്, ലിഖി ഗയി തി എഴുതപ്പെട്ടിരുന്നതാണ്, എഴുതിയിരിക്കുകയായിരുന്നു. ഇതൊക്കെ എന്താണ് പിന്നീട് എഴുതിയതാണ്. കിസി യതീം കോ, അതിൽ എഴുതിയ കൈഫിയത്ത് ഖാനമേ എന്തൊക്കെ എഴുതിക്കണെന്ന് പറയാട്ടോ. കിസി യതീം കോ, ഏതോ ഒരു യതീമിന് പഠനെ കെ ലിയെ വസീഫ, വസീഫ എന്ന് പറയുന്നതാണ്, വസീഫ ആർക്കറിയാം, വസീഫ പഠിച്ചുക്കണോ എപ്പോഴേലും നിങ്ങള്, വസീഫ സ്കോളർഷിപ്പ്, എന്താ പറയാ, സ്കോളർഷിപ്പ്, വസീഫ, വസീഫ് എവിടെ, കിസി യതീം കോ പഠനെ കെ ലിയെ, ഏതോ യതീമിന്, അനാഥക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വസീഫ ദിയാ ഹെ, ചില കൈഫിയത്ത് ഖാനമേ, ആ കൈഫിയത്തിന്റെ ഗോളല്ലേ, വിവരിക്കുന്ന ആ ഗോളമില്ലേ, ആ ഗോളത്തിൽ നല്ല മനോഹരമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു നമ്മൾ പറഞ്ഞു. ബാദുക്കോ ലിഖി ഗയി ഹെ, ഇതൊക്കെ എന്താണ് പിന്നീട് എഴുതിയിരിക്കുന്നതാണ്. കിസി യതീം കോ, ഏതോ ഒരു യതീമിന് പഠനെ കെ ലിയെ പഠിക്കുന്നതിന് വേണ്ടി വസീഫ ദിയാ ഹെ, സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്. ചില ഖാനയിൽ എഴുതിക്കാണ്, ചില ഖാനയിൽ എഴുതിക്കണത് 15 साल के बाद, 15 വർഷത്തിന് ശേഷം, 15 സാൽ ബാദിക്ക് താരീഖ് ദേക്കർ, പിന്നെ എന്താണ് 15 വർഷത്തിന് ശേഷം ഉള്ള ഡേറ്റ് നൽകിയിട്ട്. ദേന എന്ന് പറഞ്ഞാൽ അറിയോ, എഴുതുക കേട്ടോ. ദേനക്ക് എന്താ അർത്ഥമുണ്ട്, എഴുതുക. പിന്നെ യഹാ കുച്ച് യഹാ ദിയാ ഹുവാ ഹെ, ഉനോനെ അപ്നി ബാത് യഹാ ദിയാ ഹുവാ ഹെ, ഇവിടെ എഴുതിയിരിക്കുന്നത്. ദേന ഇംതിഹാൻ ദേന എന്ന് പറയുന്നതാണ്, ഇംതിഹാൻ ദേന, ഇംതിഹാൻ ലിഖ്ന ആരും പറയില്ല, പിന്നെ എന്താ പറയാ, ദേന എന്ന് പറയാം. ദേനക്ക് എന്തർത്ഥമുണ്ട്, എഴുതുക എന്നർത്ഥമുണ്ട്, മറന്നു പോകരുതേ. ഇംതിഹാൻ ദേന പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതാന്, മേ ഇംതിഹാൻ ദേന ബേട്ടാ ഹും, ഞാൻ പരീക്ഷ എഴുതാൻ ഇരിക്കാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയാറില്ല, അതിന് അങ്ങനെ തന്നെ. അപ്പൊ 15 സാൽ ബാദിക്ക് താരീഖ് ദേക്കർ, നിങ്ങൾ ചെറുപ്പം കൊടുത്തിട്ട് എന്ന് പറയും, കൊടുത്തിട്ട് അതും ശരിയാണ്, എഴുതുകയാണ് അതിനർത്ഥം ശരിയാണ്. 15 സാൽ ബാദിക്ക് താരീഖ്, പിന്നെ എന്താണ് 15 വർഷത്തിന് ശേഷമുള്ള ഒരു ഡേറ്റ് എഴുതിയിട്ട്, കൈഫിയത്ത് ഖാനേമേ ആ വിവരിക്കുന്ന ആ കോളത്തില് ദർജ് ഹെ എഴുതിയിരിക്കുകയാണ്, എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിക്കണത്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അബ് അഹമ്മദാബാദ് മേ, ഇപ്പോ അഹമ്മദാബാദില് ഡോക്ടർ ഹെ, ഡോക്ടർ ഉണ്ട്. ഓർ വഹാൻ കെ യതീം ഖാനെ കെ നാസിം, പിന്നെ അവിടുത്തെ യതീം ഖാനയുടെ നാസിമാരാണ്, നാസിമാർ എന്നാണ് മേൽനോട്ടക്കാരൻ, സൂപ്പർവൈസർ. നാസിം പറഞ്ഞാല് മേൽനോട്ടക്കാരൻ. അബ് ഹൈദരാബാദ് മേ ഡോക്ടർ ഹെ, ഇപ്പൊ അഹമ്മദാബാദിൽ എന്നൊരു ഡോക്ടർ ഉണ്ട്. ഓർ വഹാൻ കെ യതീം ഖാനെ കെ നാസിം, അവിടുത്തെ യതീം ഖാനയിലെ എന്താണ് അനാഥാലയത്തിലെ സൂപ്പർവൈസർ. അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. കിതാബോं के एक कारोबारी को सख्त परेशानी के आलम में 2000 രൂപേ ദിയേ ഹെ, കിതാബോं के ബുക്കുകളുടെ കാരോബാരിക്കോ, കാരോബാർ എന്ന് പറഞ്ഞാണ് വ്യവസായം, കച്ചവടക്കാരൻ, ബിസിനസ്. കാരോബാർ എന്ന് പറഞ്ഞാല് ബിസിനസ്, എന്താ പറയാ, ബിസിനസ്. കാരോബാർ പറഞ്ഞാല് ബിസിനസ്. അപ്പൊ എന്താണ്, അതവിടെ കഴിഞ്ഞു. ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. കൈഫിയത്ത് ഖാനയിൽ എന്ത് എഴുതിക്കുന്നത്, അബ് ഹൈദരാബാദ് മേ ഡോക്ടർ ഹെ ഓർ വഹാൻ കെ യതീം ഖാനെ കെ നാസിം, അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ.
രണ്ടാമത്തെ ഇതിനു വേണ്ടി പൈസ കൊടുത്തു എന്നാണ് കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ മുമ്പൊരു സൂചനകളോടെ കൈഫിയത്തിന്റെ ഖാനയിലെ ഇരിക്കാണ്. ഇനി കിതാബോക്ക് ഏക്ക് കാരോബാരിക്കോ, നിങ്ങൾ ആലോചിച്ചോക്കണം, ഇത്രയും നല്ലൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് എന്ത് പറയണത്, കഞ്ചൂസ് മക്കി ചൂസ് അല്ലെങ്കിൽ മിയാൻ മക്കി ചൂസ് ഒക്കെ പറയണത്, മനസ്സിലായില്ലേ? അപ്പൊ കിതാബോക്ക് ഏക്ക് കാരോബാരിക്കോ, പിന്നെ ബുക്കുകളുടെ പിന്നെ ബിസിനസ് നടത്തുന്ന ഒരാളുണ്ട്, പിന്നെ ബിസിനസ് നടത്തുന്ന കാരോബാറാണ് ബിസിനസ്. കാരോബാരി എന്ന് പറഞ്ഞാലോ ബിസിനസ് മാന്. കാരോബാരി എന്ന് പറഞ്ഞാല് ബിസിനസ് മാന്, കച്ചവടക്കാരൻ. കാരോബാരിക്കോ കച്ചവടക്കാരന് സഖ്ത് പരീശാനിക്ക് ഹാലിമെ. സഖ്ത് കഠിനമായ, സഖ്ത് പറഞ്ഞാല് കഠിനമായ, ശക്തമായ, കഠിനമായ അല്ലെങ്കിൽ കഠിനമായ. സഖ്ത് പരീശാനിക്ക് ആലം. ആലമിന്റെ അർത്ഥം അറിയാം. പരീശാനി പറഞ്ഞാൽ വിഷമം. ആലം പറഞ്ഞാലോ ആലം അവസ്ഥ, സ്ഥിതി, ല്ലേ? എന്ത് പറയാ, സ്ഥിതി. സഖ്ത് പരീശാനിക്ക് ആലം പറഞ്ഞാലോ വളരെ വളരെ പ്രയാസപ്പെട്ട ആ അവസ്ഥയില്, പ്രയാസപ്പെടുന്ന, വളരെ ശക്തമായി പ്രയാസപ്പെടുന്ന ആ അവസ്ഥ, സ്ഥിതി. ആലം പറഞ്ഞാല് അവസ്ഥ, അവസ്ഥയില്. സഖ്ത് പരീശാനിക്ക് ആലം പറഞ്ഞാലോ പരീശാനി കെ ആലമ്മേ. ആലമ്മ എന്ന് പറഞ്ഞാല് കഠിനമായ പ്രയാസഘട്ടത്തില്, കഠിനമായ പ്രയാസഘട്ടത്തില് ആര്, ഒരു ബുക്കുകളുടെ കാരോബാർ നടത്തുന്ന ഒരു ബിസിനസ്മാന് 2000 രൂപ എന്താണ്, പിന്നെ 2000 രൂപ നൽകിയിട്ടുണ്ട്. എതിലെഴുതിയിരിക്കണത്, കൈഫിയത്ത് കെ ഖാനെ മേ ലിഖാ ഹുവാ ഹെ, ദിയാ ഹുവാ ഹെ, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പം ദിയേ ഹെ കൈ സാൽ ബാദ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഇങ്ങനെ ഓരോ അതിന്റെ ഇസാബി അമാനത്തില്ലേ, ആ ബുക്കുകളുടെ പിന്നെ ഓരോ എന്താണ് കോളങ്ങൾ കഴിഞ്ഞു പോവാണ്. കൈ സാൽ ബാദ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൈഫിയത്ത് കെ ഖാനെ മേ ലിഖാ ഹെ, ആ വിവരിക്കുന്ന, പൈസ കൊടുത്തു എന്നല്ല, പൈസ കൊടുത്തതിന് നേരെ വിവരിക്കുന്ന ആ കോളത്തിലില്ലേ, ആ കോളത്തിൽ ലിഖാ ഹെ എഴുതിയിരിക്കുകയാണ്. എന്ത്, ആജ് ഖത്ത് ആയാ ഹെ, ഇന്ന് കത്ത് വന്നിരിക്കുന്നു. കെ ഉനോനെ റസൂലെ അക്രം കി സീറത്തെ പാക്ക് നിഹായത്ത് സാഫ് സാദ് സബാൻ മേ ലിഖ്വാകർ 1 लाख നുസ്ഖെ എന്താണ് തലബാ മേ മുഫ്ത് തഖ്സീം കിയ ഹെ എന്ന് പറയുന്നത് എന്താണ്, ആജ് ഖത്ത് ആയാ ഹെ, ഇന്ന് കത്ത് വന്നിരിക്കുന്നു. ഉനോനെ അദ്ദേഹം റസൂലെ അക്രം കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്ത് പറഞ്ഞാണ് പാക്ക്. എന്താണ് സീറത്തെ പാക്ക് എന്ന് പറഞ്ഞാല് ആ പരിശുദ്ധമായ വ്യക്തിത്വമില്ലേ, പരിശുദ്ധമായ, അതായത് ജീവചരിത്രം. സീറത്ത് പറഞ്ഞാണ് ജീവചരിത്രം, ഓട്ടോബയോഗ്രഫി. സീറത്തെ പാക്ക് എന്ന് പറഞ്ഞാലോ വിശുദ്ധ നബിയുടെ എന്താണ് സീറത്ത് പറഞ്ഞ ചരിത്രം. സീറത്തെ പാക്ക്, ആ വിശുദ്ധമായ ചരിത്രം. നിഹായത്ത് എന്ന് പറഞ്ഞാൽ എന്താ തസ്നിയെ? ഇല്ല, ഇവിടെ ഉറങ്ങിയോ? ഉറങ്ങിയങ്ങള് രാവിലെ ഉറങ്ങിയിട്ടില്ലേ? അങ്ങേയറ്റം എന്താ പറയാ, നല്ല ചാരി ഉറങ്ങുന്നുണ്ടാവും. അങ്ങേയറ്റം എന്താ പറയാ, സീറത്തെ പാക്ക് പറഞ്ഞാലോ ആ വിശുദ്ധ, സീറത്ത് പറഞ്ഞ ചരിത്രം. സീറത്തെ പാക്ക് പറഞ്ഞാലോ ആ പുണ്യ ചരിത്രം. എന്താണ്, ജീവചരിത്രം. അങ്ങേയറ്റത്തെ സാഫ് പറഞ്ഞാലോ വൃത്തിയുള്ള, അതുപോലെ സാദാ, ലളിതവും അതുപോലെ തന്നെ വളരെ ശുദ്ധമായ സബാൻ മേ, ഭാഷയിൽ. ലിഖ്വാന എന്ന് പറഞ്ഞാലോ എഴുതിപ്പിക്കുക. ലിഖ്വാന പറഞ്ഞാല് ലിഖ്ന പറഞ്ഞാൽ എഴുതുക. ലിഖ്വാന എന്ന് പറഞ്ഞാലോ ആരെയും കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചിട്ട് 1 लाख നുസ്ഖെ. 1 लाख നുസ്ഖെ എന്ന് പറഞ്ഞാല് എത്രയാണ്? നുസ്ഖ എന്ന് പറഞ്ഞാല് പതിപ്പ്. ഡോക്ടറിന്റെ ചീട്ടിന് എന്ത് പറയും, നമ്മൾ പഠിച്ചില്ലേ നുസ്ഖ? ഡോക്ടറിന്റെ ചീട്ടിന് എന്ത് പറയുന്നതാണ്? നുസ്ഖ എന്ന് പറയും. പിന്നെ നുസ്ഖ പിന്നെ എന്തിനും പറയുന്നതാണ്? എഡിഷന്, പതിപ്പ്. നുസ്ഖ പറഞ്ഞാല് എഡിഷൻ, പതിപ്പ്. 1 लाख നുസ്ഖെ, 1 ലക്ഷം പതിപ്പുകള്. തൊലബാമെ, വിദ്യാർത്ഥികളിലെ. മുഫ്ത് പറഞ്ഞാണ്, മുഫ്ത് ഇല്ല, എവിടെയോ പഠിച്ചോളൂ. മുഫ്ത് പറഞ്ഞാണ് ഫ്രീ ആയിട്ട്, വെറുതെ. മുഫ്ത് വെറുതെ എന്ത് ചെയ്യുന്നു, വെറുതെ പിന്നെ തക്സീം കിയേ ഹെ. തക്സീം കർണ എന്ന് പറഞ്ഞതാണ് വീതം വെച്ചിട്ടുണ്ട്, വിതരണം ചെയ്തിട്ടുണ്ട്. തക്സീം വിതരണം ചെയ്യുക. തക്സീം കർണ എന്ന് പറഞ്ഞാല് വിതരണം ചെയ്യുക, വിതരണം
ചെയ്യുക. തക്സീം കിയേ ഹേ എന്താ പറഞ്ഞത്? പിന്നെ മൂപ്പര് കൈ സാൽ ബാദ് ഒരുപാട് വർഷത്തിന് ശേഷം കൈഫിയത്ത് കെ ഖാനേമേ ആ വിവരിക്കുന്ന ആ ഗോളത്തില് ലിഖാഹ് എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ആജ് ഖത്ത് ആയാ ഹൈ ഇന്ന് കത്ത് വന്നിരിക്കുന്നു. കെ എന്തെന്നാൽ ഉനോനെ അദ്ദേഹം റസൂലെ അക്രം കി സീറത്തെ പാക്ക് എന്താണ് റസൂലെ അക്രം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്തെ പാക്ക് എന്താണ് പുണ്യ ചരിത്രം നിഹായത്ത് അങ്ങേയറ്റ സാഫ് ലളിതമായതും അതുപോലെ തന്നെ സാഫ് പറഞ്ഞ ശുദ്ധമായ അതുപോലെ തന്നെ സാദ ലളിതമായ ജബാനെ ഭാഷയിൽ എഴുതിയിട്ട് പിന്നെ 1,00,000 നുസ്ഖെ 1,00,000 കോപ്പി അദ്ദേഹം എഴുതിപ്പിച്ചു. എന്ത്? റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് ചരിത്രം ജീവചരിത്രം എഴുതിപ്പിച്ചു. എന്നിട്ട് എഴുതിപ്പിച്ച ആ കോപ്പികളില്ലേ 1,00,000 നുസ്ഖെ 1,00,000 പതിപ്പുകൾ എന്ത് ചെയ്തു? തുലബാമെ വിദ്യാർത്ഥികളിലെ മുഫ്ത് തക്സീം കിയേ ഹേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് എഴുതിപ്പിച്ചിട്ട് അതിന്റെ 1,00,000 കോപ്പികൾ വിദ്യാർത്ഥികളിൽ വെറുതെ എന്ത് ചെയ്തു? വിതരണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? കൈഫിയത്തിന്റെ ഖാനയിൽ എഴുതിയിട്ടുണ്ട്. ഖുദാ ജസായെ ജസാ എന്ന് പറഞ്ഞാൽ കൂലി, ജസായെ ഖൈർ പറഞ്ഞാലോ നല്ല പ്രതിഫലം, ദേ നൽകട്ടെ മുതാരി ഖുദാ ജസായെ ഖൈർ ദേ നല്ല പ്രതിഫലം നൽകട്ടെ. ദില്ലിക്ക് ഏക് മദ്രസേക്കോ ദില്ലിയിലെ ഒരു മദ്രസക്ക് ഇനി അടുത്തത് അതവിടെ കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളെ മനസ്സിൽ ഉറുദുവാക്കി നിങ്ങൾ മനസ്സിൽ കൊണ്ട് ദില്ലിക്ക് ഏക് മദ്രസേക്കോ ദില്ലിയിലെ ഒരു മദ്രസക്ക് ഐസേ വക്ത് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഐസേ വക്ത് പറഞ്ഞാല് ഇത്തരം ഒരു സന്ദർഭത്തില് ഈ സന്ദർഭത്തിലൊക്കെ ഉസ്കോ കായ് എന്നല്ല കേട്ടോ, കോയി എന്നട്ടോ. അവിടെ കായ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വെട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കോയി എന്ന് എഴുതണം കേട്ടോ. കോയി മദദ്കാരനത്ത മദദ്കാർ പറഞ്ഞാലോ സഹായി, മദത് പറഞ്ഞാൽ സഹായം, മദദ്കാർ എന്ന് പറഞ്ഞാലോ സഹായി. ദില്ലിക്ക് ഏക് മദ്രസേക്കോ ദില്ലിയിലെ ഒരു മദ്രസക്ക് ഐസേ വക്ത് ഈ സന്ദർഭത്തില് ഐസേ വക്ത് ഈ സന്ദർഭത്തിൽ ഏത് സന്ദർഭത്തില് കെ ഉസ്കോ കോയി മദദ്കാർ ന താ ഒരു സഹായം ഇല്ലാതിരുന്നു. അങ്ങനത്തെ ഒരു അവസരത്തില് 10,000 രൂപ ദിയേ തേ 10,000 രൂപ നൽകിയിരുന്നു. അദ്ദേഹം ഒരു കൈഫിയത്തിന്റെ ഖാനയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? ദില്ലിക്ക് ഏക് മദ്രസേക്കോ ദില്ലിയിലെ ഒരു മദ്രസക്ക് ഐസേ വക്ത് ഇത്തരം ഒരു സന്ദർഭത്തില് എല്ലാരും സഹായികൾ ഉണ്ടാവുമ്പോഴല്ല, ആരും സഹായി ഇല്ലാത്തൊരവസരത്തില് സഹായികൾ ഇല്ലാത്ത അവസരത്തില് ഉസ്കോ കോയി മദദ്കാരനത്ത ഒരു സഹായം ഇല്ലാതിരുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭത്തില് 10,000 രൂപ ദിയേ തേ 10,000 രൂപ നൽകിയിരുന്നു. ഇന്ദ്രാജ് റക്കം കെ സാമനെ കൈഫിയത്ത് ഇന്ദ്രാജ് പറഞ്ഞാണ് എഴുതുക. ഇന്ദ്രാജ് പറഞ്ഞാലോ എഴുതി വെക്കുക അല്ലെ. റക്കം പറഞ്ഞാലോ തുക. ഇന്ദ്രാജ് റക്കം എന്ന് പറഞ്ഞാലോ റക്കം തുക എഴുതി വെച്ച എന്താണ്? ഇന്ദിരാജ് റക്കം കെ സാമിനെ പിന്നെ തുക എഴുതി വെച്ചതിന് മുമ്പില് കെ സാമിനെ എന്ന് പറഞ്ഞാല് മുമ്പിൽ അത് കോളത്തിലേ പിന്നെ എന്താണ് തുക എഴുതിയിട്ടുണ്ട്. ആ തുക എഴുതി വെച്ചതിന്റെ മുമ്പില് കൈഫിയത്ത് മേ സാമിനെ കൈഫിയത്ത് മേ വിവരിക്കുന്നതില് ലിക്കാത്ത എഴുതിയിരുന്നു. അദ്ദേഹം എഴുതിയിരുന്നു. സാലാന റിപ്പോർട്ട് പടി വാർഷിക റിപ്പോർട്ട് എന്ത് ചെയ്തു? വായിച്ചു. ഹർ സൂബേമേ സൂബേ പറഞ്ഞ സംസ്ഥാനം. ഹർ സൂബേമേ പിന്നെ ഓരോ സംസ്ഥാനത്തും ഉസ്കി ഏക് ഷാഖ് കായിം ഹോ ഗയി ഹേ അതിന്റെ ഓരോ ശാഖ എന്ന് പറഞ്ഞ ബ്രാഞ്ചുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ഷാഖ് പറഞ്ഞ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യുന്നു? കായിം ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? കായിം ഹോന പറയും സ്ഥാപിച്ചിരിക്കുക, സ്ഥാപിതമാവുക. കായിം ഹോ ഗയി ഹേ സ്ഥാപിതമായിരിക്കുന്നു. ഹർ സോബേമേ ഓരോ സംസ്ഥാനത്തും ഉസ്കി അതിന്റെ ഏക് ഷാഖ് ഓരോ ശാഖകളും ചെയ്യുന്നു. കായിം ഹോ ഗയി ഹേ എന്ന് പറഞ്ഞാലോ സ്ഥാപിച്ചിരിക്കുന്നു. ഉസ് സൂബേമേത്തോ സോബയിലാണെങ്കിലോ സൂബേമേത്തോ ഗാവോം തായലെയും മർക്കസ് കായിം കർ ദിയേ ഹേ ഇതൊക്കെ എവിടെ എഴുതണത്? പിന്നെ ഇന്ദ്രാജ് റക്കം കെ സാമനെ കൈഫിയത്ത് മേ ലിക്കാത്ത ഏതാണ്? പിന്നെ റക്കം കൊടുത്തിരിക്കുന്ന ആ ഗോളത്തിന്റെ മുമ്പിലുള്ള ആ കൈഫിയത്ത് ആ വിവരണത്തിൽ എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? സാലാന റിപ്പോർട്ട് പടി വാർഷിക റിപ്പോർട്ട് എന്ത് ചെയ്തു? വായിച്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് പറയണ? ആറ് സോബേമേ ഉസ്കി ഏക് ഷാഖ് കായിം ഹോ ഗയി ഹേ ഓരോ സോബയിലും അദ്ദേഹത്തിന് ഓരോരോ ആ സ്ഥാപനത്തിന്റെ ഓരോരോ ശാഖകൾ എന്ത് ചെയ്യുന്നു? സ്ഥാപിതമായിരിക്കുന്നു. പിന്നെ ഈ സൂബേമേ ഈ സോബയിൽ ഈ സംസ്ഥാനത്തിലാണെങ്കിലോ ഗാവോം ഗ്രാമങ്ങളില് എന്താണ് ഗ്രാമങ്ങളില് എന്ത് തൈലീമി മർക്കസ് വിദ്യാഭ്യാസ കേന്ദ്രം. മർക്കസ് എന്താണ്? കേന്ദ്രം. തൈലീമി മർക്കസ് പറഞ്ഞാലോ എഡ്യൂക്കേഷണൽ സെന്റർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നു?
ഖായിം കർ ദിയേ ഹേ, സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ആ കൈഫിയത്തിന്റെ ഖാനിൽ എഴുതിയിരിക്കുന്നു. യേ കാം ന ഹോതാ തോ ഉസ് മുൽക്ക് മേ മുസൽമാനോ കെ തമദ്ദുനി की हस्ती भी कभी की खत्म हो चुकी थी. ഈ കാം ന ഹോത്ത, ഈ പണി ഇല്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ഈ ചെയ്ത പണികളില്ലേ, ഓരോ ഇതിലും തൈലീമി മർക്കസ് ഗാവും എന്ത് ചെയ്തു, തൈലീമി മറാക്കസ് കായിം ഹോ ഗയി, ഇതൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഏ കാം ന ഹോത്താത്തോ, ഈ പണികൾ നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഈ കാം ന ഹോത്താത്തോ, ഈ പണികൾ എന്ത് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇസ് മുൽക്ക് മേ, ഈ രാജ്യത്ത്, മുസൽമാനോ കി, മനുഷ്യന്മാരുടെ മുസ്ലിങ്ങളുടെ തമദ്ദിനി ഹസ്തി, തമദ്ദിനി എന്നാണ് തമദ്ദൻ, പരിഷ്കൃതം, എന്താണ് പരിഷ്കൃതം, തമദ്ദൻ എന്ന് പറഞ്ഞാൽ പരിഷ്കാരം, പരിഷ്കൃത, ഹസ്തി പറഞ്ഞാലോ അസ്തിത്വം, ഹസ്തി എന്ന് പറഞ്ഞാല് അസ്തിത്വം, മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ പരിഷ്കാരികളായ പരിഷ്കരിതരായ ഒരു മുസ്ലിങ്ങളുടെ അസ്തിത്വല്ലേ, അല്ലെങ്കിൽ കാടന്മാരായിട്ട് ഞങ്ങൾ പറയുമായിരുന്നു, വിദ്യാഭ്യാസം അല്ലാതെ, അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രത്തെ നയിക്കാൻ ശേഷിയില്ലാത്ത ഒരു ജനവിഭാഗമായിട്ട് മുസ്ലിങ്ങൾ മാറുമായിരുന്നു. അദ്ദേഹം ഈ കാംന ഹോത്താത്തോ, ഈ പിന്നെ ജോലിയില്ല, ഈ പണി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, മുൽക്കുമേ, ഈ രാജ്യത്ത്, ഈ മനുഷ്യന്മാർ ഇത്രക്ക് ഈ പണി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, മുസൽമാനോക്ക് തമദ്ദിനി ഹസ്തി, മുസ്ലിങ്ങളുടെ തമദ്ദിനി ഹസ്തി എന്നാണ് പരിഷ്കൃതമായ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്തിത്വം രണ്ട് വിധമുണ്ട്, ഒന്ന് അപരിഷ്കൃതമായ അസ്തിത്വം, രണ്ട് പരിഷ്കൃതമായ അസ്തിത്വം. ഈ പരിഷ്കൃതമായ അസ്തിത്വം കബീക്കി, ഞാൻ പറഞ്ഞു നിങ്ങളത് എന്നോ, കബീക്കി പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ കബീക്ക എന്നാ പറഞ്ഞത് അല്ലേ, ഇവിടെ മുഅന്നസ് ആയതുകൊണ്ട് കബീക്കി എന്ന് പറഞ്ഞു കേട്ടോ, എന്നോ, കബീക്കി പറഞ്ഞാല് എന്നോ, അതിന് ഉദാഹരണം ഇവിടെ തന്നെ വരുന്നുണ്ട്. കബീക്കി ഖത്തം ഹോ ചുക്കി തീ, എന്നോ അവസാനിക്കുമായിരുന്നു, മുസ്ലിങ്ങളുടെ പരിഷ്കൃതമായ ഈ അസ്തിത്വം എന്നോ അവസാനിക്കുമായിരുന്നു. ഉസീ ഖിസം കെ, ഇത്തരത്തിലുള്ള, ഉസീ ഖിസം കെ എന്ന് പറഞ്ഞാലോ ഇത്തരത്തിലുള്ള, ഇത് ഉസ് പ്ലസ് ഹി സമം, ഉസി എന്ന് പറഞ്ഞാലോ ഇതേപോലത്തെ ഇസീ ഖസം കെ, ഇതേപോലത്തെ ബേഷുമാർ ഇന്ദ്രാജാത്ത് ഹെ, ഒരുപാട്, ബേഷുമാർ പറഞ്ഞാലോ, ഷുമാർ കണക്ക്, ബേഷുമാർ പറഞ്ഞാലോ കണക്കില്ലാത്ത, ബേഷുമാർ കണക്കിൽ, എന്താണ് കണക്കില്ലാത്ത, ബേഷുമാർ എന്ന് പറഞ്ഞാല് കണക്കില്ലാത്ത, ബേഷുമാർ ഇന്ദ്രാജാത്ത് ഹേ, എന്താണ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എന്താണ് ഒരുപാട് എഴുത്തുകളുണ്ട്, ഇന്ദിരാജാത്ത് പറഞ്ഞ എഴുത്തുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് എഴുത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒറ്റ പ്രാവശ്യം വായിക്കുക, വായിച്ചിട്ട് എന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ